രേവതിയുടെയും സച്ചിയുടെയും കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിയുടെ കയ്യിൽ നിന്നും കുറച്ച് പണം കിട്ടാനായി ചന്ദ്രമതി പല അടവുകളും പഴച്ചുന്നു. ഇതിനിടയിൽ രേവതി പണം എണ്ണുന്നത് കണ്ട് ശ്രുതി ഞെട്ടിപ്പോവുകയും ആന്റിക്ക് തരാനായി രേവതി പണം എണ്ണുന്നുണ്ടെന്ന് ചന്ദ്രമതിയോട് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഇതേ സമയം പണവുമായി എത്തുന്ന രേവതി ഞാൻ പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതോടെ ശ്രുതിയും ചന്ദ്രമതിയും ചമ്മിപ്പോകുന്നു. പിന്നീട് ടാക്സി സ്റ്റാൻഡിൽ എത്തുന്ന രേവതി സച്ചിയേട്ടന് സർപ്രൈസായി ഒരു കാർ വാങ്ങിക്കൊടുക്കണമെന്ന് മഹേഷിനോടും കാർത്തികിനോടും പറയുന്നു. തുടർന്ന് മഹേഷും കാർത്തിക്കും രേവതിയെ കൊണ്ട് സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്ന ഷോറൂമിൽ എത്തുകയും സച്ചി നേരത്തെ നോക്കി വെച്ചിരുന്ന ഒരു കാറ് രേവതിനെ കാണിക്കുകയും ചെയ്യുന്നതോടെ രേവതി അത് വാങ്ങാനായി തീരുമാനിക്കുന്നു. തുടർന്ന് വണ്ടിക്ക് 4 ലക്ഷം രൂപ ആകുമെന്നും 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെന്നും ഷോറൂമിലെ മാനേജർ പറയുമ്പോൾ രേവതി ഞെട്ടിപ്പോവുകയും എന്റെ കയ്യിൽ 1.25 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്നും ബാക്കി പണവുമായി ഞാൻ നാളെ എത്തുമെന്നും പറഞ്ഞ് രേവതി അവിടെ നിന്നും പോകുന്നു. പിന്നീട് വഴി വെച്ച് ദേവുവിനെ കാണുന്ന രേവതി സച്ചിക്ക് സർപ്രൈസ് ആയിട്ട് കാറ് വാങ്ങുന്ന വിവരവും അത് മേടിക്കാനായി 25,000 രൂപയുടെ കുറവുള്ള വിവരവും ദേവുവിനോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.